ഹായ് എല്ലാവർക്കും വട്ടയിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കിടിലൻ പുലാവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിടിലനായിട്ടുള്ളൊരു ചിക്കൻ പുലാവാണെന്ന് ഒരു വെറൈറ്റി സ്റ്റൈലിലാട്ടോ, നമ്മുടേതായ തനതായ രീതിയിലുള്ളൊരു വെറൈറ്റി സ്റ്റൈലാണ് നമ്മൾ ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്, അതൊന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിച്ച് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ അരി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ ക്യാപ്സിക്കം വേണം, അതേപോലെ ക്യാരറ്റ്, ചെറുനാരങ്ങ, വലിയ ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഗരം മസാല കേട്ടോ, ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ പുലാവ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിന് മുന്നേ ചിക്കന് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിയ പീസായിട്ടല്ല എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായത് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് മാരിനേറ്റ് ചെയ്യണം, എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് കൂട്ടിയിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുളകും പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് അടുത്തിടുന്നത്. അടുത്തത് മഞ്ഞൾപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ അവസാനമായിട്ട് നമ്മളെ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫുൾ ചെറുനാരങ്ങ ഉണ്ട്, അപ്പോൾ മുഴുവനായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, എല്ലാ ചിക്കൻ്റെ പീസിലും മസാലയൊക്കെ ആവുന്ന രൂപത്തിൽ. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ നല്ലപോലെ മസാലയൊക്കെ പുരട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നായിട്ട് നമ്മുടെ പുലാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് രണ്ടും ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. മുന്തിരി കാര്യം കോരിയെടുക്കാം. നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം വേവായിട്ടുണ്ട്, നമുക്ക് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് വേവായിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് അതിലേക്കുള്ള അതേ സെയിം എണ്ണ കേട്ടോ, നമ്മൾ മാറ്റിയിട്ടില്ല. അതിലേക്ക് തന്നെ നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുളകും പൊടിയാണ് ഇപ്പോൾ ഇടുന്നത്. മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ.
അപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങി നിൽക്കാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 20-25 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് നമ്മുടെ പുലാവൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയാവും. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുലാവ് വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ, ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ പുലാവിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുലാവിൽ നിന്ന് ആദ്യം തന്നെ നമ്മളെ പീസുകളൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പുലാവ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ മസാല ഉണ്ടാവുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടിപൊളി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പുലാവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, അടിച്ചു വിടുകയോ ചെയ്യരുത് വീഡിയോ. അപ്പോഴേ നമ്മുടെ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഒക്കെ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ ചാനൽ വളരുള്ളൂ. അപ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനം കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാനാണുള്ളത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാട്ടോ. അപ്പോൾ ടവൽ വയ്ക്കുക അതിൻ്റെ അടിയിൽ. ചിക്കനൊക്കെ അത് കണ്ട പൊളിഞ്ഞു പോരുന്നുണ്ട് വെന്തിട്ട് തന്നെ. കണ്ടോ, ഇതിൻ്റെ റൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ചൂടാണ്. ചൂടോടെ കഴിക്കുക, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പിന്നെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് എല്ലാ വീഡിയോകളും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അടിപൊളി റെസിപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കിടിലൻ റെസിപ്പിയെ കാണുന്നവരേക്കും ബൈ.